ലീവോ ഇന്ന് പെരുന്നാൾ ലീവല്ലേ? 2 ദിവസമായി ലീവ്. ഇപ്പോൾ ഇന്നലെ ലീവ്, ഇന്ന് ലീവാണ്. എത്ര വർഷം എനിക്ക് 15 വർഷം. ഞാൻ മഞ്ചേശ്വര ലോക്കൽ കമ്മിറ്റി മെമ്പർ. AIYFന്റെ മഞ്ചേശ്വര മണ്ഡല സെക്രട്ടറി. പിന്നെ നമ്മുടെ മുൻ ചെയർമാനാണ്. ഇപ്പോൾ ട്രസ്റ്റിലുണ്ടായി. 2027 മെയ് ജീവിതത്തിൽ നിങ്ങൾ ഈ നാട്ടിലേക്ക് പോകണം. ഒരു വീടെല്ലാം എടുത്തിട്ട് നിൽക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ശരി, എല്ലാ പരിപാടിക്കും നിങ്ങൾ പോകുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് കുറേ സംഭവം നിങ്ങൾ പോകുന്നുണ്ട്. നമ്മളെ ഇവിടുത്തെ പരിപാടിയിലും എല്ലാത്തിനും. അതെ, നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞാലേ നിങ്ങൾ ഈ വീട് നിങ്ങൾ എന്ത് സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വലിയൊരു സഹായം നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വരാത്ത ഇതില്ല, ഏത് സംഭവത്തിലും നിങ്ങൾ നമുക്ക് നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്ന വയനാട്ടാണ്. എല്ലാവരും വയനാട്ടാന്ന് വിളിക്കുന്നവർ അണ്ണായി. അണ്ണ ഏട്ടാൻ പറഞ്ഞാൽ അണ്ണ. നമ്മളെ നാട്ടിലാണ് അണ്ണ എന്ന് പറയുന്നത്. അത് ദൈവം അതിന്റെ ഒരു മുന്നിൽ ദൈവമാണ്. ഇപ്പൊ ഞാൻ ഇടയുണ്ടായി, ഞാൻ ഈ മണ്ണിലേക്ക് വന്നത് എന്തോ ദൈവത്തിന്റെ. നിങ്ങൾ പറഞ്ഞല്ലേ കഴിഞ്ഞ 2011 കോടി കയറുമ്പോൾ നിങ്ങൾ ഇടക്ക് ഇവിടെ താമസം വന്നത് 2011 അന്ന് മെയ് 8 കോടി. അപ്പോഴാണ് ഞാൻ ഇവിടെ താമസം വിദ്യാപുരം മണ്ണ്. അതേപോലെ തന്നെ ട്രാൻസ്ഫർ ദൂരെയാണ് പോയിട്ടില്ല. അതാണ് അത് ഒരു ദൈവത്തിന് ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് 24 വർഷമായി. പക്ഷേ ജോലി കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സ്കൂള്, അടുത്ത സ്റ്റാഫ്, അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നല്ല, പക്ഷേ ഏറ്റവും അധികം പരിഗണന സ്കൂള്, സ്റ്റാഫ്, അങ്ങനെ. നമസ്തേ. നിങ്ങളെ കാണാൻ വേണ്ടി ഈ മാസം ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ട് പറഞ്ഞ റിട്ടയർമെന്റ് ആയ എപ്പോൾ മണ്ണൊക്കെ വന്നില്ലായിരുന്നു. ദൈവത്തിന് നിങ്ങളെ തറവാട്ടിലെ ദൈവം ഇന്നോളം നടത്തിയല്ലോ. വരി തിരിഞ്ഞു കൊണ്ടുപോയി റിട്ടയർമെന്റ് ആയല്ലേ? ഇത് അറിയാലോ ഞങ്ങൾക്ക്. ഞങ്ങൾ ഉത്സവാദികളെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു സന്ദർഭത്തിൽ റിട്ടയർമെന്റ് ഇരിക്കുകയായിരുന്നു. ഉദ്യാവരത്തെ ദൈവത്തിന്റെ കൊപ്പടികൾ 15 വർഷം 15 വർഷമായല്ലോ നമ്മൾ ജോയിൻ ചെയ്തത്. 2000 അതേ മാസം നമ്മൾ യാത്ര അല്ലല്ല ഇത്ര ഫ്ലാറ്റിലുണ്ട്. കൊടി കയറുന്നത് ആശീർവാദം എഴുതിയിരിക്കട്ടെ. ആരോഗ്യ ഭാഗ്യത്തരത്ത് ദാമ്പത്യ ജീവിതത്തിൽ സുഖത്തരത്ത് ಖಂಡಿತ നല്ല അഭിപ്രായം. നിങ്ങളെ മീത് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെ. ആരും ഇതാക്കലില്ലപ്പ. കാര്യം ബസ്സിയായി മാറി. നമ്മളെ സാധനം നോക്കാം. ನಮ್ಮ ಶ್ರೀ ವೇಣುಗೋಪಾಲರವರು ಸುದೀರ್ಘವಾದಂತಹ ತನ್ನ ಸೇವೆಯಿಂದ ಇದೇ ಬರುವ 31ನೇ ತಾರೀಕು ನಿವೃತ್ತರಾಗ್ತಾ ಇದ್ದಾರೆ.
15 ವರ್ಷಗಳ ಕಾಲ ತನ್ನ ಸೇವೆಯನ್ನು ವಿವಿಧ ಶಾಲೆಗಳಲ್ಲಿ ಸಲ್ಲಿಸಿ ಇವತ್ತು ನಿವೃತ್ತರಾಗುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಇದೇ 30ನೇ ತಾರೀಕು ಅಂದರೆ ನಾಳೆ ನಮ್ಮ ಶಾಲೆಯಲ್ಲಿ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಆಯೋಜಿಸಿದ್ದೇವೆ. ಶ್ರೀ ವೇಣುಗೋಪಾಲನ್ರವರು ತನ್ನದಾದಂತಹ ಕಾರ್ಯಗಳನ್ನು ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ನೆರವೇರಿಸಿಕೊಂಡು ಬರ್ತಾ ಇರುವಂಥ ಒಬ್ಬರು ಸಿಬ್ಬಂದಿ. 2 ವರ್ಷಗಳ ಮೊದಲು ನಾನು ಈ ಶಾಲೆಯಲ್ಲಿ ಮುಖ್ಯೋಪಾಧ್ಯಾಯನಾಗಿ ಸೇರಿದ ನಂತರ ಅವರನ್ನು ನಿರಂತರವಾಗಿ ವೀಕ್ಷಿಸುತ್ತಾ ಇದ್ದೇನೆ. ಬೆಳಿಗ್ಗೆ 8 ಗಂಟೆಗೆ ಅವರು ಶಾಲೆಗೆ ತಲುಪ್ತಾರೆ. ಶಾಲೆಗೆ ತಲುಪಿ ಶಾಲೆಯಲ್ಲಿ ಆಗಬೇಕಂತ ಎಲ್ಲ ಕಾರ್ಯಗಳನ್ನು ಕೂಡ ಅತ್ಯುತ್ತಮವಾದಂಥ ರೀತಿಯಲ್ಲಿ ನಿರ್ವಹಿಸುವಂತಹ ಓರ್ವ ವ್ಯಕ್ತಿ ಅವರು. ತನ್ನದಾದಂತಹ ಕರ್ತವ್ಯದ ಜೊತೆಯಲ್ಲಿ ಶಾಲೆಯ ಮಕ್ಕಳ ಅಗತ್ಯಗಳಿಗೆ ಸಂಬಂಧಿಸಿದಂತಹ ವಿಶೇಷ ಸಂದರ್ಭ ಇರುವಂತಹ ವಿಶೇಷವಾದ ಖಾದ್ಯಗಳನ್ನು ತಯಾರಿಸುವುದು, ಅದೇ ರೀತಿ ಕಲೋತ್ಸವ, ಕ್ರೀಡಾಕೂಟ, ವರ್ಕಿಂಗ್ಸ್ ಫೇರ್ ಇದೆಲ್ಲ ನಡೆಯುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ವಿವಿಧ ರೀತಿಗಳಲ್ಲಿ ಅವರು ಶಾಲೆಯ ಕಾರ್ಯದ ಜೊತೆಗೆ ಸಹಕರಿಸ್ತಾ ಇದ್ದಾರೆ. ಅದೇ ರೀತಿ ಅಡುಗೆ ಕಾರ್ಯಗಳಲ್ಲಿ ಕೂಡ ವೇಣುಗೋಪಾಲನ್ರವರದ್ದು ಎತ್ತಿದ ಕೈ. ನಮ್ಮ ಮಧ್ಯಾಹ್ನದೂಟ ಕಾರ್ಯಕ್ರಮದ ಭಾಗವಾಗಿ ವಿಶೇಷವಾಗಿ ಮಾಡಬೇಕಾದ್ರೆ ಅದರಲ್ಲಿ ಕೈಯಾಡಿಸು ನಮ್ಮ ವೇಣುಗೋಪಾಲನ್ರವರು. ಸುದೀರ್ಘಂತಹ ವೃತ್ತಿ ಜೀವನದ ಕೊನೆಯ ಈ ಹಂತದಲ್ಲಿ ತನ್ನ ಸೇವಾ ನಿವೃತ್ತಿಯನ್ನ ಪಡೆಯುವಂತ ಅವರಿಗೆ ಅವರದ್ದಾದಂತಹ ನಿವೃತ್ತಿ ಜೀವನ ಉತ್ತಮ ಸುಖ ಸಂತೋಷ ಅಂತೇಳಿ ಸಂದರ್ಭದಲ್ಲಿ ಹಾರೈಸಿ